ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നോയിൽ 38th കോൺവക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കോൺവക്കേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കോൺവക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി, PG അങ്ങനെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അതൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുവാനുള്ള ഒരു സെറിമണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺവക്കേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു കോൺവക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. വർഷത്തിൽ ഒരു തവണ മാത്രം നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇത് എല്ലാ RCയിലും നടത്തുന്നുണ്ട്. ആ ഒരു RCയുടെ കീഴിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കില്ല. RC ഇൻവൈറ്റ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് അതിന് ചില മാനദണ്ഡങ്ങൾ RC തന്നെ വെക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് അവർ പറയുന്നില്ലെങ്കിൽ കൂടി കൂടുതൽ മാർക്കുള്ള ഓരോ കോഴ്സിനും കൂടുതൽ മാർക്കുള്ള ആൾക്കാർക്കാണ് ഈ ഒരു കോൺവക്കേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക. ഇതിൽ ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ പ്രോബ്ലംസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവർ അപ്ലൈ ചെയ്യുമ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിലൊന്നാമത്തെ പ്രോബ്ലമാണ്, ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ എല്ലാ പേപ്പറും കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി, അതായത് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി. പക്ഷേ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, കോൺവക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുമ്പോൾ അതിൽ പറയുന്നത് എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇഗ്നോയുടെ പ്രോഗ്രാംസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രേഡ് കാർഡും പോസ്റ്റലായിട്ട് വരുന്നതാണ്. ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് എന്ന് പറയുന്നത് 2023 ഡിസംബറും അതുപോലെ തന്നെ 2024 ജൂൺ, അങ്ങനെ ഇത് രണ്ടുമല്ലാത്ത വേറെ ഏത് ഇയർ കൊടുത്തതാണെങ്കിലും അതിന് മുമ്പുള്ള ഇയേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോൺവക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ളത് 2023 ജൂൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺവക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അതിന് എലിജിബിൾ അല്ല. കാരണം ഈ ഒരു കോൺവക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഡിസംബർ 2023 ആൾക്കാരും അതുപോലെ തന്നെ ജൂലൈ 2024 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുമാണ് ഈ ഒരു കോൺവക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നമ്മളുടെ ഈ ഒരു 2025 ഫെബ്രുവരി മാർച്ച് ഡേറ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾഡ് പോർട്ടലിൽ പോയിട്ട് വേണം കോൺവക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കത് പോസ്റ്റലായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺവക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള കറക്റ്റ് ടൈമിലാണുള്ളത്. അതായത് നിങ്ങൾ 2023 ഡിസംബറിലും അതുപോലെ തന്നെ 2024 ജൂണിൽ ആ ഒരു ടൈമിലാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ ഗ്രേഡ് കാർഡും നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിലൊക്കെ അതൊക്കെ തന്നെയാണ് ഉള്ളത് എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇവിടെ എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കാറുണ്ട്. കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവുക കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റീവാലുവേഷന് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ ലേറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ പ്രാക്ടിക്കലിൻ്റെ റിസൾട്ട് വരാൻ ലേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം, അതല്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില കാരണങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈമിൽ സാധിക്കാതെ വരും. പക്ഷേ ഇത് നമ്മളുടെ ഈ ഒരു പോർട്ടൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ടൈം എടുക്കും. ആ ഒരു പീരിയഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഒരു ടൈം തന്നിട്ടില്ല. അപ്പോൾ ഇത് ഒന്നുകൂടി അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ, അതായത് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഗ്രേഡ് കാർഡും നേരത്തെ വന്നിട്ടുണ്ട്.
ആദ്യമേ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്തു, 2023 ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഗ്രേഡ് കാർഡും കിട്ടി. എന്നിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ RCയുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് നിങ്ങൾ ഒരു മെയിൽ അയക്കണം. നമ്മളുടെ ഇഗ്നോ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു കോൺവെക്കേഷൻ്റെ ഭാഗത്തായിട്ട് ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ ഇതിലേക്ക് മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കാണാം convocation.igno.ac.in എന്നുള്ള ഇതിലേക്ക് ഇമെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് നിങ്ങളുടെ RCയിലേക്കും അയക്കുക, അതുപോലെ തന്നെ ഒന്ന് ഈ പറയുന്ന ഇമെയിലിലേക്കും നിങ്ങളൊന്ന് അയക്കുക. ഈ ഒരു മെയിലിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് കൊടുത്ത് നിങ്ങൾ ഈ ഒരു ഇൻവാലിഡ് എന്ന് കാണിച്ചിട്ടുള്ള നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു ഭാഗം കൂടി സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, നിങ്ങളുടെ പ്രോഗ്രാം കോഡ്, നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മെയിൽ ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഫോം വന്നു, അതിൽ നിങ്ങളുടെ പേരുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ലാസ്റ്റ് നിങ്ങളുടെ ഫീസ് അടക്കുമ്പോൾ, അതായത് ഈ ഒരു കോൺവെക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫീ അടയ്ക്കേണ്ടതുണ്ട്. നിങ്ങളൊരു PG ഡിഗ്രി കോഴ്സുകളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 600 റുപ്പീസും, അതുപോലെ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 200 റുപ്പീസും അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ചില ആൾക്കാർക്ക്, ചില പ്രോഗ്രാമുകാർക്ക് ഈ പറയുന്ന 600 അല്ലാതെ ഇതിൽ കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ പൈസ 600 പോയി എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല. ഈ ഒരു കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന പേജിൽ തന്നെ നമുക്ക് കാണാം, താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് MBA MCA പോലെയുള്ള MCOM പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ഒന്നിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് അവർ ചില ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ ഓരോ സർട്ടിഫിക്കറ്റിനും 600 വെച്ചാണ് വാങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് 2 സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത് എങ്കിൽ 1200 രൂപ അവർക്ക് ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എററല്ല, ഇത് ശരിക്കും നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ഫീ ആണ്. മൾട്ടിപ്പിൾ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിൻ്റേതായ ഫീ അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇനി അങ്ങനെ നമ്മൾ കോൺവെക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ഫീ ഒക്കെ അടച്ചു. അതിനുശേഷം ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട്. കാരണം അഥവാ നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ നമുക്ക് എത്തിയിട്ടില്ല എന്നാണെങ്കിൽ, കുറേ ലേറ്റായിട്ടും എത്തുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ RCയിലോ അല്ലെങ്കിൽ ഈ ഇഗ്നോയുടെ സെന്ററിലോ പോയിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ഈ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പാണ്. നമ്മൾ ഈ ഒരു ഫീ അടച്ചിട്ടുണ്ട് എന്നിട്ടും നമുക്ക് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് RCയിൽ കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് എടുക്കുന്നതിലും ചില ബുദ്ധിമുട്ടുകൾ ചില കുട്ടികൾ പറയുന്നുണ്ട്. നമ്മുടെ ഫീയും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് കാണാം ക്ലിക്ക് ഹിയർ ഫോർ പ്രിന്റ് ദ അക്നോളജ്മെന്റ്. അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ വരും. അതിൽ നമ്മളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അടിച്ചു കൊടുത്താൽ നമുക്ക് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടും. ചില ആൾക്കാർക്ക് ഇവിടെ സ്ലിപ്പ് കിട്ടാതിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ പ്രോസസ്സിങ്ങിന് ടൈം എടുക്കാം, ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും അടിച്ചിട്ടും ഇവിടെ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻ തന്നതിൽ പറയുന്നുണ്ട് നിങ്ങളൊരു 48 അവേഴ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു 72 അവേഴ്സ് വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ 99% ആൾക്കാർക്കും അത് കിട്ടാറുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒരാഴ്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇഗ്നോയുടെ കോൺവെക്കേഷന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇമെയിൽ IDയിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.